ലേൺ വിത്ത് മീ നീത എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് +1 ബോട്ടണിയുടെ ചാപ്റ്റർ 1 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ ഫോക്കസ് ഏരിയ പ്രകാരമുള്ള കിങ്ഡം ഫംഗയുടെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അത് കാണാത്തവർക്കായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഇടുന്നതായിരിക്കും, ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്മൾ ഫംഗയെക്കുറിച്ച് പഠിച്ചത്? എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഫംഗെ എങ്ങനെയുള്ള ഓർഗാനിസമാണ് ഫംഗെ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത് അല്ലേ. പിന്നെന്താണ്, അത് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് പഠിച്ചു. പിന്നെന്താണ് പഠിച്ചത്? എന്തൊക്കെ തരത്തിലുള്ള ഡിസീസസ് ആണ് ഫംഗൈ കാരണം ഉണ്ടാകുന്നതെന്ന് പഠിച്ചു. പിന്നെന്താണ് ന്യൂട്രീഷൻ ഓഫ് ഫംഗൈ, അത് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? റീപ്രൊഡക്ഷൻ ഓഫ് ഫംഗൈ, ഫംഗയുടെ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റീപ്രൊഡക്ഷൻ ഇൻ ഫംഗൈ ക്യാൻ ടേക്ക് പ്ലേസ് ബൈ വെജിറ്റേറ്റീവ് മീൻസ് fragmentation, fission and budding. Asexual reproduction is by spores called conidia or sporangiospores or zoospores, and sexual reproduction is by oospores, ascospores and basidospores. The various spores are produced in distant structure is called fruiting bodies. The sexual cycle involves the following 3 steps. അപ്പം ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് എന്താണ് നമ്മൾ പഠിക്കുന്നത്? റീപ്രൊഡക്ഷനെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫംഗയുടെ റീപ്രൊഡക്ഷനെ എത്രയായിട്ട് തരംതിരിക്കുകയാണ്? 3ആയിട്ട് തരംതിരിക്കുകയാണ്. ഏതൊക്കെയാണ്? വെജിറ്റേറ്റീവ്, അസെക്ഷുവൽ, സെക്ഷുവൽ, എങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ആരുടെ റീപ്രൊഡക്ഷനെ? ഫംഗയുടെ. എന്തൊക്കെയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വെജിറ്റേറ്റീവ്, അസെക്ഷുവൽ ആൻഡ് സെക്ഷുവൽ എന്ന് പറഞ്ഞ് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ വെജിറ്റേറ്റീവിനെ വീണ്ടും എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു? 3ആയിട്ട് വീണ്ടും തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിങ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? റീപ്രൊഡക്ഷൻ, ഫംഗയുടെ റീപ്രൊഡക്ഷൻ 3 തരത്തിലുണ്ട്. വെജിറ്റേറ്റീവ് ഉണ്ട്, എസെക്ഷൽ ഉണ്ട്, പിന്നെ സെക്ഷൽ ഉണ്ട്. അതിൽ ഒന്നാമത്തേതായ വെജിറ്റേറ്റീവിനെ പിന്നെയും എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു? 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഏതാണ്? ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിങ്. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ എന്തുവാ? ഫംഗയുടെ ഹൈഫയെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൈഫെ എന്താണെന്ന് പഠിച്ചു അല്ലേ. ഈ ഫംഗയുടെ ഹൈഫയെ പല കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതിൽ ഓരോ കഷ്ണങ്ങളിലെ ഓരോ ഫ്രാഗ്മെൻറ്റും പുതിയ ഫംഗസ് ആയിട്ട് മാറുന്നു. ആ തരത്തിലുള്ള റീപ്രൊഡക്ഷനാണ് എന്ത്? ഫ്രാഗ്മെൻറ്റേഷനിൽ വരുന്നത്. ഫിഷനിൽ എന്താ വരുന്നത്? ഫംഗസ് 2ആയിട്ട് മുറിഞ്ഞിട്ട് അതിലെ ഓരോ ഇതുണ്ടല്ലോ, മുറിഞ്ഞു പോകുന്ന ആ ഭാഗങ്ങൾ അത് വീണ്ടും പുതിയൊരു ഫംഗസായിട്ട് വളരുന്നുണ്ട്. അതിനെയാണ് പറയുന്നത് ഫിഷൻ എന്ന് പറയുന്നത്. അപ്പം ബഡ്ഡിങ് എന്ന് വെച്ചാൽ എന്താണ്? യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ, അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസം ഏതാണെന്നാണ് നമ്മൾ പഠിച്ചത്? ഈസ്റ്റിൽ എന്ത് വളരുന്നു? ഒരു ബഡ് വളരും ഈസ്റ്റിൽ. ആ ബഡിൽ നിന്ന് വളർന്ന് വന്ന് ഒരു ഫംഗയായിട്ട് മാറുന്ന അതിനെ പറയുന്ന പേരാണ് എന്ത്? ബഡ്ഡിങ് എന്ന് പറയുന്നത്. ബഡ്ഡിങ് നടക്കുന്നത് മിക്കവാറും യൂണിസെല്ലുലാറിലാണ് നടക്കുന്നത്, ഈസ്റ്റിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? റീപ്രൊഡക്ഷൻ 3 തരം. ഏതൊക്കെയാണ്? വെജിറ്റേറ്റീവ്, അസെക്ഷൽ ആൻഡ് സെക്ഷൽ. അതിൽ വെജിറ്റേറ്റീവിനെ വീണ്ടും 3ആയിട്ട് തിരിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ്? ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിങ്. ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോവുക. അടുത്തത് എന്താണ്? രണ്ടാമത്തെ ഏതാണ്? എസെക്ഷൽ. എസെക്ഷലിനെ എങ്ങനെയൊക്കെയാണ് പിന്നെ തിരിച്ചിരിക്കുന്നത്? കൊണീഡിയ, പിന്നെ എന്താണ്? സ്പൊറാഞ്ചിയോസ്പോർസ്, സൂസ്പോർസ് പിന്നെ 3ആയിട്ട് വീണ്ടും തിരിച്ചിരിക്കുന്നു. എസെക്ഷലിനെ വീണ്ടും 3ആയിട്ട് തിരിച്ചിരിക്കുന്നു അല്ലേ. അപ്പം വെജിറ്റേറ്റീവിനെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു, എസെക്ഷലിനെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ്? കൊണീഡിയ, സ്പൊറാഞ്ചിയോസ്പോർസ് ആൻഡ് സൂസ്പോർസ്. അതിൽ കൊണീഡിയ എന്ന് വെച്ചാൽ എന്തുവാണെന്നറിയാവോ? പെൻസീലിയ ഇല്ലേ, അപ്പോൾ അത് അങ്ങനെ പെൻസിലിയം പോലുള്ള ഫംഗസ് ഉണ്ടാകും. നമ്മൾ പെൻസിലിൻ ആൻറ്റിബയോട്ടിക് എടുക്കും, പെൻസിലിയത്തിൽ നിന്ന് നമ്മൾ പഠിച്ചില്ലേ. അതിൽ ആ പെൻസിലിയം പോലുള്ള ഫംഗസ് ഉണ്ടാകുന്ന റീപ്രൊഡക്ഷനാണ് എന്തുവാണ്? കൊനീഡിയ എന്ന് പറയുന്നത്. എസെക്ഷൽ രീതിയിലാണ് പെൻസിലിയം പോലെയുള്ള ഫംഗസ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പം കൊനീഡിയ, പിന്നെന്താണ്? രണ്ടാമത്തെ എന്താണ്? സ്പൊറാഞ്ചിയോസ്പോർസ്, പിന്നെന്താണ്? സൂസ്പോർസ്. ഈ എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ സ്പോർ ഫോർമേഷനാണ് അത് വരുന്നത്.
സ്പോറുകൾ മൂലമാണ് എന്താ നടക്കുന്നത്, റീപ്രൊഡക്ഷൻ നടക്കുന്നത് എസെക്ഷലിൽ. അപ്പം നമ്മൾ എന്താ പഠിച്ചത്, റീപ്രൊഡക്ഷൻ 3 തരം, വെജിറ്റേറ്റീവ്, എസെക്ഷൽ ആൻഡ് സെക്ഷൽ. അതിൽ വെജിറ്റേറ്റീവിനെ എന്തായിട്ട് വീണ്ടും 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു, ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിങ്. എസെക്ഷലിനെ വീണ്ടും 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു, കൊനീഡിയ, സ്പൊറാഞ്ചിയോസ്പോർസ്, സൂസ്പോർസ്. മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമുക്ക് മൂന്നാമത് നമ്മൾ ഏതാണ് റീപ്രൊഡക്ഷനിൽ, വെജിറ്റേറ്റീവ്, എസെക്ഷൽ, പിന്നെതാണ് സെക്ഷൽ. സെക്ഷലിൽ പിന്നെ എത്രയായിട്ട് നമ്മൾ വീണ്ടും തരംതിരിച്ചിരിക്കുന്നു എന്ന് നോക്കിയേ. സെക്ഷലിനെ വീണ്ടും ഓസ്പോസ്, ഊസ്പോസ്, അസ്കോസ്പോസ് ആൻഡ് ബേസിഡോസ്പോസ് എന്ന് പറഞ്ഞ് തരംതിരിച്ചിരിക്കുന്നു. കണ്ടോ, അത് ഇവിടെ കണ്ട എഴുതിയിരിക്കുന്നത്, ഊസ്പോസ്, അസ്കോപോസ് ആൻഡ് ബേസിഡോസ്പോസ് എന്നിങ്ങനെ വീണ്ടും 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, റീപ്രൊഡക്ഷൻ 3 ടൈപ്പിലുണ്ടെന്ന് പറഞ്ഞു, വെജിറ്റേറ്റീവ്, എസെക്ഷൽ, സെക്ഷൽ. അതിൽ വെജിറ്റേറ്റീവിൻ്റെ ഇത് ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ, ബഡ്ഡിങ്. എസെക്ഷലിൻ്റെ കൊനീഡിയ, സ്പൊറാഞ്ചിയോസ്പോർസ്, സൂസ്പോർസ് എന്ന് വെച്ചു. പിന്നെ സെക്ഷലിൻ്റെ എന്താണ്, ഊസ്പോർസ്, എസ്കോസ്പോർസ് ആൻഡ് ബേസിഡോസ്പോർസ് എന്ന് പഠിച്ചു. ഇനി നമുക്ക് the sexual cycles involve the following 3 steps. The various spores are produced in distant structure is called fruiting bodies. ഫ്രൂട്ടിംഗ് ബോഡീസ് എന്ന് വെച്ചാൽ എന്തുവാണെന്നറിയാവോ, സ്പോർസ് ഉണ്ടല്ലോ, സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ സ്ട്രക്ചറിലാണ് ഈ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരെന്നാണ്, ഫ്രൂട്ടിംഗ് ബോഡീസ് എന്ന് പറയുന്നു. അതായത് എന്താണ്, ദ വേരിയസ് സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഡിസ്റ്റൻറ്റ് സ്ട്രക്ചറിൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറയുന്ന പേരെന്നാണ്, ഫ്രൂട്ടിംഗ് ബോഡീസ്. ദ സെക്ഷൽ സൈക്കിൾ ഇൻവോൾവ്സ് ദി ഫോളോയിങ് 3 സ്റ്റെപ്സ്. ഇതിൽ 3 സ്റ്റെപ്പിലാണ് ഈ സെക്ഷൽ സൈക്കിൾ നടക്കുന്നത്. അത് ഏതൊക്കെയാണ്, പ്ലാസ്മോഗമി, കാരിയോഗമി, പിന്നെന്താണ്, മിയോസിസ്. ഏതൊക്കെയാണ്, പ്ലാസ്മോഗമി, കാരിയോഗമി ആൻഡ് മിയോസിസ് എന്നിങ്ങനെ 3 സ്റ്റെപ്പിലാണ് സെക്ഷൽ സൈക്കിൾ നടക്കുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കിയേ. ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 motile or non-motile gametes called പ്ലാസ്മോഗമി. അപ്പം പ്ലാസ്മോഗമി എന്നാണ് അവർ പറയുന്നത്, ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 motile and non-motile gametes is called പ്ലാസ്മോഗമി. ഈ പ്ലാസ്മോഗമി നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ, ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് ഈ 2 ഫംഗൽ ഹാപ്പി ഉണ്ടല്ലോ, 2 ഫംഗൽ ഹൈഫേ എന്ത് ചെയ്യും, ഇങ്ങനെ ജോയിൻ ചെയ്യും, കം ടുഗദർ, അടുത്തോട്ട് വരും. എന്നുവെച്ചാൽ രണ്ടെണ്ണം ഉണ്ട് ഫംഗൽ ഹൈഫേ. അത് 2 ഒന്ന് ഓർത്ത് നോക്കിയാൽ, 2 ഫംഗയുടെ ഹൈഫേ അവിടെ ഉണ്ട്. അത് ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നു, ഇത് അടുത്ത് വരുന്നു. ഇത് അടുത്ത് വരുമ്പോഴത്തേക്ക് ഇതിനെ ദ ഹൈഫേ ആർ ഹാപ്ലോയിഡ്. ഇത് അടുത്ത് വന്നു കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും, ആ ഹൈഫേ എന്ത് ചെയ്യും, അതിന് 2 ന്യൂക്ലിയസ് ഉണ്ടാകും അല്ലേ. ഈ അടുത്ത് വരുന്ന ഈ 2 ഫംഗേ ഹൈഫേക്ക് 2 എണ്ണമല്ലേ ഉള്ളത്. അത് അടുത്ത് വരുമ്പം അതിന് 2 ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലേ, 2 ന്യൂക്ലിയസും ഉണ്ടാവും, 2 സെൽ വോളും ഉണ്ടാവും അടുത്ത് വരുമ്പോൾ. അടുത്ത് വന്നു കഴിഞ്ഞിട്ടല്ല, വരുമ്പോഴത്തേക്ക്. അന്നേരത്തേക്ക് ദ ഹൈഫേ ആർ ഹാപ്ലോയിഡ് ആൻഡ് ദ ഹൈഫേ ആർ കോൾഡ് പ്രൈമറി ഹൈഫേ. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഇതിൽ 2 ന്യൂക്ലിയസ് ഉണ്ടാവും, 2 സെൽ വോളും ഉണ്ടാവും. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് പ്രൈമറി ഹൈഫേ എന്നാണ് പറയുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് ഈ അടുത്ത് വന്ന ഈ സംഭവത്തിൻ്റെ നടുക്കുള്ള ഈ സെൽ വോൾ ഉണ്ടല്ലോ, ഈ സെൽ വോൾ അങ്ങ് മാറും. ഇത് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ സെൽ വോൾ അങ്ങ് മാറിക്കഴിയുമ്പോഴത്തേക്ക് ഈ എന്തായിട്ട് മാറും, 2 ഫംഗസിലെ ന്യൂക്ലിയസ് അടുത്തടുത്ത് വരും അല്ലേ, അടുത്തടുത്ത് തന്നെ ഉണ്ടാവും. അതിൻ്റെ നടുക്കുള്ള സെൽ വോൾ അങ്ങ് മാറിപ്പോയി കഴിയുമ്പോഴത്തേക്ക് അതിന് ആ മതിലങ്ങ് മാറിപ്പോവും അല്ലേ. അപ്പം 2 ഇത് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താണ്, 2 ന്യൂക്ലിയസ് അടുത്തടുത്ത് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഈ സെല്ലിൽ ദ സൈറ്റോപ്ലാസം ഓഫ് ദി സെൽ ഓഫ് ദിസ് 2 ഹൈഫേ ഫ്യൂസ് ടുഗദർ, ദിസ് ഈസ് കോൾഡ് പ്ലാസ്മോഗമി. ഇതിൻ്റെ സൈറ്റോപ്ലാസം ഉണ്ടല്ലോ, നമ്മൾ വോള് മാറിക്കഴിഞ്ഞു, ഇതിൻ്റെ സെല്ലിൻ്റെ സൈറ്റോപ്ലാസം എന്ത് ചെയ്യും, ആ 2 സെല്ലിൻ്റെയും സൈറ്റോപ്ലാസം വീണ്ടും
ഫ്യൂസ് ചെയ്യും, അതായത് ജോയിൻ ചെയ്യുന്ന ആ പ്രക്രിയയെ പറയുന്ന പേരെന്നാണ്? പ്ലാസ്മോഗമി എന്ന് പറയുന്നു. അതായത് രണ്ട് സെല്ലിൻ്റെ സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്യുന്നു. ഇതിനെ പറയുന്ന പേരെന്നാണ്? പ്ലാസ്മോഗമി എന്ന് പറയുന്നത്. അതായത് ഓർത്ത് നോക്കിയേ, രണ്ട് ഫംഗൽ ഹൈഫയുണ്ട്. അവ രണ്ടും യോജിക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ആദ്യത്തെ ഹൈഫയ്ക്ക് ഒരു സ്ട്രക്ചറും ഉണ്ട്, ഒരു ന്യൂക്ലിയസും ഉണ്ടല്ലോ. രണ്ടാമത്തേന് സ്ട്രക്ചറും ന്യൂക്ലിയസും ഉണ്ട്. അത് രണ്ടും കൂടെ ഒരുമിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ നടുക്കുള്ള സെൽ രണ്ടും കൂടെ യോജിപ്പിക്കുന്ന ആ ഹാപ്ലോയിഡ് സെല്ലിന് എന്താ? പ്രൈമറി ഹാപ്ലോയിഡ്. ഇതങ്ങോട്ട് യോജിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ നടുക്കുള്ള സെൽ വോൾ അങ്ങ് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അടുത്ത് നടക്കുന്ന പ്രോസസ്സ് എന്താണ്? അതിൽ സൈറ്റോപ്ലാസം ഓഫ് ദി സെൽ, രണ്ടിൻ്റെ സൈറ്റോപ്ലാസം ഓഫ് ദി സെൽ എന്ത് ചെയ്യുന്നു? വീണ്ടും ഫ്യൂസ് ടുഗദർ, ജോയിൻ ചെയ്യുന്നു അല്ലേ? അതിനെ പറയുന്ന പേരെന്നാണ്? പ്ലാസ്മോഗമി എന്ന് പറയുന്നു. ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം അഥവാ സൈറ്റോപ്ലാസം ബിറ്റ്വീൻ ടു മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ ഗ്യാമിറ്റാറ്റ് ഈസ് കോൾഡ് പ്ലാസ്മോഗമി അല്ലേ? പ്രോട്ടോപ്ലാസത്തിൻ്റെ രണ്ട് മോട്ടൈൽ അല്ലെങ്കിൽ നോൺ മോട്ടൈൽ ഗ്യാമിറ്റാറ്റിൻ്റെ ഫ്യൂഷൻ പറയുന്ന പേരെന്നാണ്? പ്രോട്ടോപ്ലാസത്തിൻ്റെ ഫ്യൂഷനെ പറയുന്ന പേരെന്നാണ്? പ്ലാസ്മോഗമി എന്ന് പറയുന്നു. ഇനി അടുത്ത എന്താണ്? കാരിയോഗമി. ഫ്യൂഷൻ ഓഫ് ടു ന്യൂക്ലിയർ ആർ കോൾഡ് കാരിയോഗമി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സെൽ വോൾ പോയി അല്ലേ? അത് ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് രണ്ട് ഫംഗസ് അടുത്ത് വന്നു, അത് ജോയിൻ ചെയ്തു. അത് ഒരുമിച്ച് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ നടുക്കുള്ള സെൽ വോൾ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് സൈറ്റോപ്ലാസം അല്ലേ? രണ്ടിലെയും സൈറ്റോപ്ലാസം തമ്മിൽ ഒന്നിച്ചു ചേർന്നു. അതിനെ പ്ലാസ്മോഗമി എന്ന് പറഞ്ഞു. ഇനി അതിന് രണ്ടിനും രണ്ട് ന്യൂക്ലിയസ് വീതം ഇല്ലേ? ആ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? അത് ഒരുമിക്കാൻ തുടങ്ങും, അത് ജോയിൻ ചെയ്യാൻ തുടങ്ങും. ന്യൂക്ലിയസ് ഒരുമിച്ച് ഫ്യൂസ് ചെയ്ത് എന്തുണ്ടാവും? ഒരു ഡിപ്ലോയിഡ് സെല്ലുണ്ടാവുന്നു അല്ലേ? ഈ രണ്ട് ന്യൂക്ലിയസും ജോയിൻ ചെയ്തിട്ട് വീണ്ടും ഒരു ഡിപ്ലോയിഡ് സെല്ലുണ്ടാവുന്നു. ഇങ്ങനെ ടു ഹാപ്ലോയിഡ് ന്യൂക്ലിയർ ഫ്യൂസ് ടു ഫോം എ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഈസ് കോൾഡ് കാരിയോഗമി. അതായത് രണ്ട് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ജോയിൻ ചെയ്യുന്നു പറഞ്ഞില്ലേ? അതായത് രണ്ട് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഫോം എ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഈസ് കോൾഡ് കാരിയോഗമി. അത് ഫ്യൂസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഒരു ഡിപ്ലോയിഡ് ന്യൂക്ലിയസിനെ കിട്ടും. അതിനെ പറയുന്ന പേരെന്നാണ്? കാരിയോഗമി എന്ന് പറയുന്നു. ഫ്യൂഷൻ ഓഫ് ടു ന്യൂക്ലിയസ് ഈസ് കോൾഡ് കാരിയോഗമി. ഇനി അടുത്തെന്താ? മിയോസിസ് ഇൻ സൈഗോട്ട് റിസൾട്ടിങ് ഇൻ ഹാപ്ലോയിഡ് സ്പോർസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാണ്? ഈ ഒരു ഡിപ്ലോയിഡ് സെല്ല് കിട്ടുമെന്ന് പറഞ്ഞില്ലേ? ഈ ഡിപ്ലോയിഡ് സെല്ലിൽ നിന്നും മിയോസിസ് നടന്നിട്ട് 4 സ്പോർസ് ഉണ്ടാവും. അതായത് ഈ ഡിപ്ലോയിഡ് സെല്ലിൽ ഓരോ സെല്ലിലും മിയോസിസ് നടന്നിട്ട് 4 സ്പോർസ് വീതം ഉണ്ടാവുന്നു. ഈ 4 സ്പോർസും വളർന്ന് എന്ത് ചെയ്യുന്നു? പുതിയ ഓരോ ഫംഗൈ ഹൈഫേ ഉണ്ടാവുന്നു. അപ്പം മിയോസിസിൻ്റെ പ്രവർത്തനം എന്താണ്? ഈ ഡിപ്ലോയിഡ് സെല്ലിൽ നിന്നും, അതായത് കാരിയോഗമി വഴി ഉണ്ടാവുന്ന ഈ ഡിപ്ലോയിഡ് സെല്ലിൽ നിന്നും മിയോസിസ് നടന്ന് ഓരോ സെല്ലിലും 4 സ്പോർസ് ഉണ്ടാവുന്നു. ഈ 4 സ്പോർസും വളർന്ന് എന്താവുന്നു? ഓരോരോ പുതിയ ഫംഗൈ ഹൈഫേ ഉണ്ടാവുന്നു. അതാണ് മിയോസിസിൻ്റെ പ്രവർത്തനം. അപ്പം നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ദ സെക്ഷുവൽ സൈക്കിൾസ് സ്റ്റെപ്പ് ഏതൊക്കെയാണ്? ഇൻവോൾവ്സ് 3 സ്റ്റെപ്സ്. ഏതൊക്കെയാണ്? പ്ലാസ്മോഗമി, കാരിയോഗമി ആൻഡ് മിയോസിസ് ആണ് 3 സ്റ്റെപ്പ് വരുന്നത്. ഇനി അടുത്തത് നോക്കിയേ. വെൻ എ ഫംഗസ് reproduce sexually, two haploid hyphae or compatible mating type come together and fuse. In some fungi, the fusion of 2 haploid cells immediately result in diploid cell. However, 2 എന്ന് വെച്ചാൽ 2 ന്യൂക്ലിയസ് എന്നാണ്. However, in other fungi, ascomycetes and basidomycetes are intervening dikaryotic stage. N+N, അതായത് ന്യൂക്ലിയസ് പ്ലസ് ന്യൂക്ലിയസ്, ദാറ്റ് ഈസ് 2 nuclei per cell occurs. Such a condition is called dikaryon and the phase is called dikaryophase of fungus. Later, the parental nuclei fuse and the cell become diploid. The fungi from fruiting bodies in which reduction division occurs, leading to formation of haploid spores. ഈ പാരഗ്രാഫിൻ്റെ അർത്ഥം എന്താണ്?
ഇത് നമ്മൾ ഡൈകാരിയോട്ടിനെ കുറിച്ച് പറയാണ്. അതായത് ചില പ്രത്യേക ഫംഗൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതായത് ചില എല്ലാ ഫംഗൽ ഗ്രൂപ്പല്ല, ചില പ്രത്യേക ഫംഗൽ ഗ്രൂപ്പ്, അതായത് ആസ്കോമൈസിസ്, നമ്മളിവിടെ കണ്ടില്ലേ, അതിൻ്റെ പേര് നമ്മൾ പഠിച്ചല്ലോ, ആസ്കോമൈസസ്, ബേസിഡോമൈസസ് എന്നിങ്ങനെയുള്ള ചില പ്രത്യേക ഫംഗൽ ഗ്രൂപ്പിൽ ഈ 2 ന്യൂക്ലിയസ് സ്റ്റേജ് ഉണ്ടല്ലോ, ആ 2 ന്യൂക്ലിയസ് സ്റ്റേജ്, അതായത് പ്ലാസ്മോഗമി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യില്ല. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, പ്ലാസ്മ സെൽ വോൾ മാറി എന്ത് ചെയ്യുന്നു, സൈറ്റോപ്ലാസം ജോയിൻ ചെയ്യുന്നു, സൈറ്റോപ്ലാസം 2 ഫംഗയുടെ ഹൈഫയുടെ സൈറ്റോപ്ലാസം ജോയിൻ ചെയ്യുന്നു, കാരിയോഗമി എന്ന് പറയുന്നു. അതിനുശേഷം പ്ലാസ്മോഗമി എന്ന് പറയുന്നു. അതിനുശേഷം ന്യൂക്ലിയസ് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. ചില ഫംഗയിൽ എന്ത് ചെയ്യുന്നു, ഈ ന്യൂക്ലിയസ് തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, ജോയിൻ ചെയ്യുന്നില്ല, ആ ന്യൂക്ലിയസ് അവിടെ തന്നെ കിടക്കും. അപ്പോൾ ഈ ഘട്ടത്തിനെ പറയുന്ന പേരാണ് ഡൈകാരിയോട്ടിക് ഫേസ് എന്ന് പറയുന്നു. അതായത് ഈ ആദ്യത്തെ 2 സ്റ്റേജ് കഴിഞ്ഞിട്ടും, അതായത് ചില ഫംഗസിൽ ആദ്യത്തെ 2 സ്റ്റേജ് കഴിഞ്ഞിട്ടും പക്ഷേ ഈ ന്യൂക്ലിയസ് തമ്മിൽ 2 ഫംഗേ ന്യൂക്ലിയസ് തമ്മിൽ ജോയിൻ ചെയ്യില്ല. ഇതിനെ പറയുന്ന പേരാണ് അവിടെ തന്നെ കിടക്കുന്നു, അതിനെ പറയുന്ന പേരാണ് ഡൈകാരിയോട്ടിക് ഫേസ് എന്ന് പറയുന്നത്. ഈ ഡൈകാരിയോട്ടിക് സെല്ല് വളർന്നിട്ട് എന്തായിട്ട് പുതിയ ഹൈഫയായിട്ട് വളരുന്നു. അതായത് ഡൈകാരിയോട്ടിക് ഈ സെല്ല് അവിടെ തന്നെ കിടക്കുകയല്ലേ, ഈ ഡൈകാരിയോട്ടിക് സെല്ല് അവിടെ തന്നെ കിടന്ന് എന്ത് ചെയ്യുന്നു, പുതിയ ഹൈഫ ഉണ്ടാകുന്നു. അപ്പം ഈ പുതിയ ഹൈഫയായിട്ട് മാറി ഇതിൽ ഓരോ സെല്ലിലും എന്തുണ്ട്, 2 ന്യൂക്ലിയസ് വീതമുണ്ട്. കാരണം അവിടെ ന്യൂക്ലിയസ് ജോയിൻ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ 2ലും അതിനകത്ത് എന്തുവാണ്, 2 സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഓരോ ന്യൂക്ലിയസ് വെച്ച് അതിനകത്തുണ്ട് അല്ലേ, ഒരെണ്ണത്തിനകത്ത് 2 ന്യൂക്ലിയസ് വെച്ചുണ്ട്. അപ്പോൾ ഇത് അവിടെ കിടന്ന് വളരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഫംഗയിൽ ഉണ്ടാകുന്ന സെല്ലിലും എന്തുണ്ടാവും, 2 ന്യൂക്ലിയസ് വെച്ച് ഉണ്ടാവും. അതിന് ശേഷം സെക്കൻഡറി ഹൈഫ ഇതിനെ പറയുന്ന പേരാണ് സെക്കൻഡറി ഹൈഫ എന്ന് പറയുന്നത്. ഇത് സെക്കൻഡറി ഹൈഫ ചേർന്നുണ്ടാവുന്ന കോംപ്ലക്സ് സ്ട്രക്ചറാണ് ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത്. അതായത് ന്യൂക്ലിയസ് ഇവിടെ ജോയിൻ ചെയ്യാത്തത് മൂലം ഉണ്ടാകുന്ന സെല്ലിൽ 2 ന്യൂക്ലിയസ് വെച്ച് ഉണ്ടാകുന്നു. ഇതിന് സെക്കൻഡറി ഹൈഫ എന്ന് പറയുന്നു. ആ ഫംഗൈ സെക്കൻഡറി ഹൈഫ എന്ന് പറയുന്നു. ഈ സെക്കൻഡറി ഹൈഫ ചേർന്ന ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ അല്ലേ അവിടെ ഉണ്ടാകുന്നത്. ഈ സെക്കൻഡറി ഹൈഫയിൽ ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഇതിനകത്ത് നമ്മൾ പഠിച്ചിരിക്കുന്നത്, ഇനിയുണ്ട് ഡൈകാരിയോട്ടിക് സെല്ലിൽ 2 ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്ത്, ഈ ഡൈകാരിയോട്ടിക് സെല്ലിൽ വളർന്ന് 2 ന്യൂക്ലിയസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ 2 ന്യൂക്ലിയസും പിന്നെ ഫ്യൂസ് ചെയ്തിട്ട് ഒറ്റ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ടാവുന്നു. ഒറ്റ 2 ന്യൂക്ലിയസും ഡൈകാരിയോട്ടിക് സെല്ലിലെയാണ്, അവിടെ 2 ന്യൂക്ലിയസ് ഉണ്ടല്ലോ. ആ 2 ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്തിട്ട് ഒറ്റ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ടാവുന്നു. ഈ ഡൈപ്ലോയിഡ് ന്യൂക്ലിയസ് മിയോസിസിന് വിധേയമായിട്ട്, എന്തിനാണ്, നേരത്തെ നമ്മൾ മിയോസിസ് പഠിച്ചു അല്ലേ, പോളിഗമി, കാരിയോഗമി ആൻഡ് മിയോസിസ് സ്റ്റെപ്സ് സൈക്കിളിൽ. അപ്പം ഇവിടെ വീണ്ടും ഈ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് വീണ്ടും മിയോസിസിന് വിധേയമായിട്ട് 4 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ടാവുന്നു. മറ്റിടത്ത് 4 സ്പോർസ് ആണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ 4 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ടാവുന്നു ആയിട്ട് മാറുന്നു. പിന്നീട് ഈ 4 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് പിന്നെ 4 ഹാപ്ലോയിഡ് സ്പോർസ് ആയിട്ട് മാറുന്നു. ഇത് വളർന്ന് എന്തായിട്ട് മാറുന്നു, പുതിയ ഹാപ്ലോയിഡ് ഹൈഫേ ആയിട്ട് മാറുന്നു, പുതിയ ഹാപ്ലോയിഡ് ഫംഗെ ആയിട്ട് മാറുന്നു, ഹാപ്ലോയിഡ് ഫംഗെ ഹൈഫയായിട്ട് മാറുന്നു. അപ്പോൾ എന്താണ്, ഈ ഡൈകാരിയോട്ടിക് സെല്ലിൽ 2 ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ട് ഒറ്റ ഡൈപ്ലോയിഡ് ന്യൂക്ലിയസ് ആയിട്ട് ഉണ്ടാവുന്നു. ഈ ഡൈപ്ലോയിഡ് ന്യൂക്ലിയസ് മിയോസിസിന് വിധേയമായിട്ട്, പ്രക്രിയ നടന്നിട്ട് 4 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. പിന്നെ ഈ 4 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് 4 ഹാപ്ലോയിഡ് സ്പോർസ് ആയിട്ട് മാറുന്നു. എന്നിട്ട് ഇത് വളർന്നിട്ട് പുതിയ ഹാപ്ലോയിഡ് ഹൈഫേ ഫംഗൈ ആയിട്ട് മാറുന്നു എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് അടിച്ചാൽ മതി കേട്ടോ, ഞാനത് ഇത് ചെയ്ത് തരുന്നതായിരിക്കും.
ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു തരുന്നതായിരിക്കും. The morphology of the mycelium, mode of spores formation and fruiting bodies from the basis for the division of the kingdom into various classes. അതായത് ഫംഗൈ 4 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ അത് ഫംഗൈ 4 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ദ മോർഫോളജി ഓഫ് മൈസീലിയം, മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ ആൻഡ് ഫ്രൂട്ടിംഗ് ബോഡീസ്. എന്തൊക്കെയാണ്? മോർഫോളജി ഓഫ് മൈസീലിയം, മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ ആൻഡ് fruiting bodies from the basics for the division of the kingdom into various class. അപ്പോൾ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കിങ്ഡം ക്ലാസ് 4 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ദ മോർഫോളജി ഓഫ് മൈസീലിയം, പിന്നെ മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ ആൻഡ് പിന്നെ എന്താണ്? ഫ്രൂട്ടിംഗ് ബോഡി, അതായത് നേച്ചർ ഓഫ് ഫ്രൂട്ടിംഗ് ബോഡീസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ കിങ്ഡം 4 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഫോക്കസ് ഏരിയ പ്രകാരം കിങ്ഡം ഫംഗൈയുടെ ഭാഗം പോർഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നവരെ ബൈ.